നെടുങ്കണ്ടത്ത് അന്യസംസ്ഥാന തൊഴിലാളിയായ സ്ത്രീയെ ഒപ്പം താമസിച്ചിരുന്ന സുഹൃത്ത് കൊലപ്പെടുത്തി. മധ്യപ്രദേശ് സ്വദേശി സരസ്വതിയാണ് കൊല്ലപ്പെട്ടത്. ഇവരുടെ ഒപ്പം താമസിച്ചിരുന്ന മധ്യപ്രദേശ് സ്വദേശിയായ രാജേഷ് ലോഹോ ഠാക്കൂറിനെ അറസ്റ്റ് ചെയ്തു. രാജേഷ് മദ്യപിച്ച ശേഷം സരസ്വതിയെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ഞായറാഴ്ച രാത്രിയിലാണ് സംഭവം. അന്നേ ദിവസം രാവിലെ മുതൽ ഇരുവരും ഒരുമിച്ച് മദ്യപിക്കുകയും വഴക്കുണ്ടാക്കുകയും ചെയ്തിരുന്നു. ഈ സമയം മറ്റൊരു ആവശ്യത്തിന് ഇവിടെ എത്തിയ നെടുങ്കണ്ടം പോലീസ് ഇവരോട് സംസാരിക്കുകയും പ്രശ്നം പരിഹരിക്കുകയും ചെയ്തു. എന്നാൽ രാത്രിയോടെ രാജേഷ് വീണ്ടും മദ്യപിക്കുകയും സരസ്വതിയെ മർദ്ദിക്കുകയുമായിരുന്നു. കാപ്പിക്കമ്പ് ഉപയോഗിച്ച് മർദ്ദിക്കുകയും വീണുകിടന്ന സരസ്വതിയുടെ തലയിൽ ചവിട്ടി നിൽക്കുകയും ചെയ്തു. ക്രൂരത ഇയാൾ മൊബൈലിൽ പകർത്തി. വീഴ്ചയിൽ തലയ്ക്കുണ്ടായ പരുക്കും ആന്തരിക രക്തസ്രാവവുമാണ് മരണകാരണം. 8 ദിവസം മുൻപാണ് രാജേഷും സരസ്വതിയും ജോലി അന്വേഷിച്ച് നെടുങ്കണ്ടം പൊന്നാങ്കാണിയിലെ തോട്ടത്തിലെത്തിയത്. ഇവരുടെ ബന്ധുക്കൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. ഇവരോടൊപ്പം താമസിച്ച് മറ്റ് സ്ഥലങ്ങളിൽ ജോലി ചെയ്തു വരികയായിരുന്നു ഇരുവരും. കേരളത്തിൽ ജോലിക്കെത്തി ഒരുമിച്ച് താമസിച്ചു വരികയായിരുന്ന ഇരുവർക്കും മധ്യപ്രദേശിൽ കുടുംബവും കുട്ടികളുമുണ്ട്.